വേണമെങ്കിൽ ന്യൂസ് വെച്ചോ, നാളെ വല്ല ഹർത്താലുണ്ടോന്ന് അറിയാലോ. പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുന്നതിനിടെ ഉത്തരം അറിയാത്തത് കൊണ്ട് പകുതി വെച്ച് നിർത്തി. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നതെന്ന് എഴുതി വെച്ച അമൽ KGF എന്ന വിദ്യാർത്ഥിക്ക് സസ്പെൻഡ്. ഇതെന്താ സൂചേട്ടാ നാട്ടുകാരൊക്കെ ഇങ്ങനെ നോക്കുന്നേ? ഇനി മുതൽ സുഖു നാട്ടുകാരും ഭ്രാന്തനാണ്. ഇതെന്താണ് ഇത്? ഭയം വേണ്ട, ജാഗ്രത മതി. സൂപ്പർമാൻ ആവാൻ പാന്റിന് മുകളിൽ ഷഡ്ഡിയിട്ടു കെട്ടിടത്തിൽ നിന്ന് ചാടിയ അമലിന്റെ കൈയും കാലും ഒടിഞ്ഞു. കടൽ കാണാൻ ബീച്ചിൽ പോയപ്പോൾ തിരമാല വന്ന് ദേഹത്തടിച്ചതിന് തിരമാലയെ തിരിച്ചടിക്കാൻ പോയ അമൽ റിവെഞ്ചർ നിര്യാതനായി. നിന്റെ പേരെന്താന്ന് പറഞ്ഞ? അമൽ. എന്തുള്ള പേരാണത്? വെറുതെ ഫുള്ള് നിറഞ്ഞെടുക്കണ. അടുത്ത വീട്ടിലെ അമൽ പെണ്ണ് കെട്ടാൻ പോവാന്ന് കേട്ടു. അവൻ ആരെങ്കിലും പെണ്ണ് കൊടുക്കുവോ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. കോളേജിൽ നിന്ന് ടൂർ പോകാൻ പേര് കൊടുക്കാൻ പറഞ്ഞപ്പോൾ മനഃപൂർവ്വം കൊടുക്കാതെ സർപ്രൈസായി വന്ന വിഷ്ണു സർപ്രൈസ് ഒളി പോയി പ്രിൻസിപ്പാൾ. എന്റെ ഗതിയോ ഇങ്ങനെയായി. ഇനിയിപ്പോ നിന്റെയൊക്കെ ഗതി എന്താവുന്നോ എങ്ങനെയാവുന്നോ ആർക്കറിയാം. വക്കീൽ ഫീസ് ലാഭിക്കാൻ പെറ്റി കേസ് സ്വന്തമായി വാദിച്ച വിഷ്ണു എക്സ് ഹ്യൂമാനിറ്റീസിനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവിന് വിധിച്ചു. ഒരാവേശത്തിന് നിന്റെ കൂടെ കൂടിയതാ ഞാനും. നാണക്കേട് വേറെ. ഹോട്ടലിൽ ചെന്നിട്ട് മൂക്കുമുട്ട ഭക്ഷണം കഴിച്ചിട്ട് ഹോട്ടൽ ഓണറോട് ഞാൻ ഗുലാന്റെ ആളാണെന്ന് പറഞ്ഞ് വിഷ്ണു കൊല്ലത്ത് നാട്ടുകാർ പഞ്ഞിക്കിട്ട്. എനിക്ക് പ്രശ്നം വയ്യ എനിക്ക്. അതേടാ, ഞാൻ കോമാളിയാ, സർക്കസിലെ കോമാളി. നീയല്ലേ ഇപ്പൊ എന്റെ റിംഗ് മാസ്റ്റർ. ഓരോന്ന് മാറ്റുമ്പോഴും പുതിയ ഓരോന്ന് ഉണ്ടാക്കില്ലേ അവന്മാരെ. കല്യാണത്തിന് ആള് കൂടുമെന്നറിഞ്ഞു തലേന്ന് ഒളിച്ചോടിയ വിഷ്ണു ഇൻട്രോവേർട്ട് കിണറ്റിൽ വീണു കാലൊടിഞ്ഞു. അവന്റെ കഴപ്പ് തീർന്നെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇത് കഴിഞ്ഞില്ലേ? ഒന്ന് നിർത്ത്. ഈ മിമിക്രിക്കാരും സിനിമാക്കാരും ചേർന്ന് നമ്മുടെ പേര് ഒരു കോമാളിയാക്കി. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും. എറണാകുളത്ത് പഠിക്കാൻ പോയ സുഹൃത്തിനെ 2 മാസമായി കാണാതായിരുന്നു വരാം. പിന്നീട് ഒരു പാലത്തിനടിയിൽ നിന്ന് സ്ത്രീവേഷത്തിൽ കണ്ടെത്തുകയായിരുന്നു. അവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല. നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ചമ്മല്. ഒരാളെ ഞാനും ജപ്പാൻ ടീം യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. അച്ഛാമാരെ, എന്റെ പേര് പീറ്റർ പാർക്കർ. തെങ്ങിന് തടവെടുത്തോണ്ടിരിക്കുക. നിങ്ങളുടെ ആരുടെയും വീട്ടിൽ തെങ്ങിന് തടവെടുക്കണേലോ പറമ്പ് വൃത്തിയാവണേലോ മെസ്സേജ് ചെയ്താൽ മതി. ഒരു ദിവസത്തേക്ക് 800 രൂപയാണ് കേട്ടോ. വലിയ കഷ്ടപ്പാടാ ഗൈസ്. ടെക്നോളജിയുടെ ഒരു പോക്കേ. എനിക്കൊന്നും വയ്യന്മാർക്ക് വേണ്ടി. ഞാൻ അമേരിക്ക തന്നെ പോയി പല സൂപ്പർ ഹീറോ പരിപാടിയൊക്കെ ചെയ്ത് ജീവിച്ചോളാം. എടാ, ഈ ക്രമസമാനം മുഴുവൻ നശിച്ചത് നീ കാരണമല്ലേ? സാറേ, എനിക്ക് തലവേദന എടുക്കുന്നു.